വളരെ പെട്ടെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഉണ്ണിക്കുട്ടൻ്റെ കോളേജ് വരെ ഒന്ന് പോവുക കേട്ടോ. ഉണ്ണിക്കുട്ടന് ആണെങ്കിൽ ഡിഗ്രീൻ്റെ പരീക്ഷ എത്താനായ ഉണ്ണിക്കുട്ടന് സ്റ്റാറ്റ് ഒട്ടും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അവനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയാൽ ടീച്ചർ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്രതീക്ഷിതമായ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം കുളിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നും പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ ഓർക്കും ഫുൾ ടാങ്ക് എണ്ണ അടിക്കണമെന്ന്, പക്ഷെ ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് പോകുന്ന ഒരു കടയിലെത്തി എന്തൊക്കെയോ തലയ്ക്കൊരു മരവിപ്പായിരുന്നു. ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് ഓർത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഞാനും ഉണ്ണിക്കുട്ടനൊക്കെ കൂടെ ചായക്കൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആണ് ഈ സൗന്ദര്യ സംരക്ഷണത്തിനും ശരീര സംരക്ഷണത്തിനും കുറച്ച് ഈത്തപ്പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തിന്നുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും എണ്ണ പലഹാരങ്ങളൊക്കെ തിന്നിട്ട് ഇങ്ങനെ ചാവ് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം തിന്ന് ഞങ്ങൾ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ടീച്ചറിൻ്റെ വീട്ടിൽ എത്തിപ്പെട്ടു കേട്ടോ. അവിടെ വണ്ടി ഇടാനൊക്കെ കുറച്ച് പാടുപെട്ട്, എന്നാലും ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ടീച്ചറിൻ്റെ അടുത്ത് ചെന്ന് ഉണ്ണിക്കുട്ടൻ കുറച്ച് ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തേ എല്ലാം സെറ്റായി പരീക്ഷയ്ക്കെല്ലാം ഓക്കെ ആയി എന്നൊക്കെ ആട്ടോ ഉണ്ണിക്കുട്ടൻ പറയുന്നത്. പിന്നെ ഉച്ചത്തേക്ക് സമയമായപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറച്ച് ചോറൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ കൂടെയൊക്കെ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ടീച്ചറിൻ്റെ വീട്. ഉണ്ണിക്കുട്ടൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടോ. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടല്ലോ, അതുകൊണ്ട് അവൻ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. നേരെ ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ പോകുക കേട്ടോ. എങ്ങോട്ട് പോകണം, തിരിച്ച് വീട്ടിൽ പോകണോ, നാട്ടിൽ പോകണോ, ബന്ധുക്കളുടെ അടുത്ത് കൂടണോ എന്നുള്ള കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഈ കാണുന്നത്.